2 വർഷത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നവീകരിച്ച കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. 2 വർഷത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ കെ-സ്മാർട്ട് സേവനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നുണ്ട്. കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ ലോകത്തെവിടെ നിന്നും നേടാനാകും. എന്നാൽ ഇത് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് 2 വർഷം കൂടി വേണ്ടിവരും. അതിനായി ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം വിജയകരമായി നടപ്പാക്കുന്നുണ്ടെന്നും 21,57,000 പേർ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. നല്ല ഓഫീസൊക്കെ ഉണ്ടാക്കിയത് കൊള്ളാം, പക്ഷേ ഈ ഓഫീസിൽ ഇനി ആരും കയറരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആരും കയറാൻ പാടില്ല. ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസിൽ ഒരാളും നേരിട്ട് ചെല്ലാത്ത സ്ഥിതി വരും. ചെല്ലേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിലില്ല. പക്ഷെ കെ-സ്മാർട്ട് എന്ന പുതിയ സംവിധാനം വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകീകൃത സോഫ്റ്റ്വെയർ, ഒപ്പം അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ട ഏതൊരു സേവനവും നിങ്ങൾക്ക് ലോകത്തെവിടെ ഇരുന്നും നേടാം. ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് അധ്യക്ഷത വഹിച്ചു. നവീകരണം പൂർത്തിയായതോടെ മികച്ച സൗകര്യങ്ങളോടുകൂടിയ പഞ്ചായത്ത് ഓഫീസായി കടുങ്ങല്ലൂർ മാറിയെന്നും തകർന്ന മുപ്പത്തടം എലൂക്കര റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒരേ ഒരു റോഡിനാണ് പ്രത്യേകം അനുമതി നൽകി 1 കോടി 6 ലക്ഷം അനുവദിച്ചു. വാട്ടർ അതോറിറ്റി ആദ്യം സഞ്ചാരയോഗ്യമാക്കാൻ അത് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 1 കോടി 6 ലക്ഷം അനുവദിച്ചു. അവരെല്ലാവരെയും ഞാൻ വിളിച്ച് വിശദമായി പറഞ്ഞു. പക്ഷെ പണി നടന്നു വന്നപ്പോൾ പകുതി വരെ എത്തുള്ളൂ. ഇനിയും ബാക്കിയുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ വേറെ ആരും ചെയ്യാത്ത രൂപത്തിൽ 90 ലക്ഷവും വാട്ടർ അതോറിറ്റി 10 കോടി 1 കോടി രൂപ കൂടി ഇപ്പോൾ വീണ്ടും അനുവദിച്ചിരിക്കുകയാണ്. മറ്റത് അവിടെ നിൽക്കുകയാണ്. റോഡ് നന്നാക്കാനുള്ളത് വാട്ടർ അതോറിറ്റി കൊടുത്ത ഫണ്ട് അതുപോലെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. വിരമിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസ് ഷിനോയ്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ ബിനാനിപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി, കെ.വി. രവീന്ദ്രൻ, കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് ആർ. രാജലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി. എ. അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി. കെ. സലീം, ഓമന ശിവശങ്കരൻ, കെ. എസ്. താരാനാഥ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിധു എ. മേനോൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.